ഹായ്, എന്തു പറയുന്നു കൂട്ടുകാരെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ ഇന്നും ഒരു കുക്കിംഗ് വീഡിയോ തന്നെയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. മറ്റൊന്നുമല്ല, ചപ്പാത്തി, വെള്ളപ്പം, അതുപോലെ തന്നെ നമ്മുടെ പൊറോട്ട, ഇടിയപ്പം ഇതിൻ്റെയൊക്കെ കൂടെ ചേർത്ത് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു വെജിറ്റബിൾ കുറുമയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വ്യത്യസ്തമായിട്ടുള്ള വെജിറ്റബിൾ കുറുമയുടെ റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായങ്ങൾ പറയണം. അപ്പോൾ പോവാം നമുക്ക് വീഡിയോയിലേക്ക്. നമ്മൾ തലേ ദിവസം കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള ഗ്രീൻ പീസാണ്. ഇത് നമുക്ക് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒപ്പം ഒരല്പം ഉപ്പും അതേസമയം മഞ്ഞൾപ്പൊടിയും ചേർത്തുകൊണ്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. കുക്കറിലേക്ക് പാകത്തിനുള്ള ഉപ്പും അതോടൊപ്പം തന്നെ മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട്, മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനി കുക്കർ അടച്ചുകൊണ്ട് നമുക്ക് ഇതൊന്ന് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 3 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ കുറുമ തയ്യാറാക്കാൻ എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. ഇത് ഒരു ഉരുളക്കിഴങ്ങിനെ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. ഇത് ബീട്രൂട്ടാണ്, ബീട്രൂട്ടിനെ ചെറുതായി അരിഞ്ഞിരിക്കുന്നതാണ്. നമ്മൾ ക്യാരറ്റോ അല്ലെങ്കിൽ കോളിഫ്ലവർ ഇതെന്ത് വേണമെങ്കിലും നമുക്കിതിൽ കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. വെജിറ്റബിൾ കുറുമയ്ക്ക് നമുക്ക് പറ്റാവുന്ന അത്രയും വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. ബീൻസ് ചേർക്കാം, ക്യാരറ്റ് ചേർക്കാം, അതുപോലെ ഉരുളക്കിഴങ്ങ്, ബീട്രൂട്ട്. ചിലർ ബീട്രൂട്ട് ചേർക്കില്ല നിറം മാറുന്നത് കൊണ്ട്, പക്ഷേ ബീട്രൂട്ടും വളരെ ഹെൽത്തിയാണ്. ഇനി ഇതിൻ്റെ കൂടെ ഒരു 4-5 പച്ചമുളക്, എരിവിനാവശ്യമായ പച്ചമുളക്, അതുപോലെ ഇത് ഓൾ സ്പൈസസ് ആണ്. കറുവപ്പട്ട, അതുപോലെ ബേ ലീഫ്, പെരുംജീരകം, അതുപോലെ ഏലക്ക, ഇതെല്ലാം ചേർന്നതാണിത്. ഇത് കുറച്ച് കറിവേപ്പില, ഇത് കുറച്ച് കാഷ്യൂനട്ട് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നതാണ്. ഇത് തേങ്ങയുടെ കൂടെ അരച്ചെടുക്കാനുള്ളതാണ്. നമ്മുടെ ഗ്രീൻ പീസ് കുക്കറിൽ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീട്രൂട്ടും അതോടൊപ്പം തന്നെ ഉരുളക്കിഴങ്ങുമാണ് ഞാനിവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്നത്. അതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് ഇതൊന്ന് വേവിച്ചെടുക്കാം. കൂടെ ഒരു പച്ചമുളക് അരിഞ്ഞിടുന്നുണ്ട്. നമ്മൾ തേങ്ങ അരയ്ക്കുന്നതിലേക്ക് 4 പച്ചമുളക് ചേർക്കുന്നുണ്ട്. ഇത് ഒരു പച്ചമുളകിനെ നെടുകെ കീറിയതും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു 4 പച്ചമുളക് ചേർക്കുന്നുണ്ട്. അതോടൊപ്പം നമ്മൾ വെള്ളത്തിൽ ഇട്ട് കുതിർത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടാണ്, അതുകൂടി ഇതിലേക്ക് ചേർക്കാം. അതോടൊപ്പം 1 ടീസ്പൂണോളം പെരുംജീരകവും കൂടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ പെരുംജീരകമാണ്, ചെറിയ ടീസ്പൂണാണ് കേട്ടോ, അല്ലാതെ നമ്മുടെ ടേബിൾ സ്പൂണല്ല. ഇത്രയും പെരുംജീരകവും കൂടി ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് ആദ്യം ഒന്ന് അരച്ചെടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടി നന്നായി അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മളുടെ കഷ്ണങ്ങളെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന അരപ്പ്, തേങ്ങയും കാഷ്യൂനട്ടും ഒക്കെ കൂടെ ചേർത്ത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്നുണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല കുറുകിയിട്ടാണ് ഇരിക്കുന്നത്. കുറച്ചും കൂടി ലൂസ് വേണം എന്നുള്ളവർ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി എടുക്കാവുന്നതാണ്. ഇത് ഒരുപാട് തിളച്ച് മറിയരുത്. നാളികേരം എപ്പോഴും ഒന്ന് ചൂടാവാൻ മാത്രമേ പാടുള്ളൂ. ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. കറി ഒന്ന് ചൂടാവുന്ന സമയത്ത് നമുക്കിതിൻ്റെ ഉപ്പും എരിവുമൊക്കെ ഒന്ന് നോക്കാം. ഒരല്പം ഉപ്പിൻ്റെ കുറവുണ്ട്, അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കല്ലുപ്പാണ് ചേർക്കുന്നത്. ഇനി തിളച്ച് വരുന്നതിന് മുമ്പായിട്ട് നമുക്ക് 1-2 ഇൻഗ്രീഡിയൻസും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുണ്ട്. നമ്മൾ നേരത്തെ കുറച്ച് സ്പൈസസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ട് അതിനെ ഒന്ന് നമുക്ക് ചൂടാക്കിയിട്ട് ഒന്ന് വറുത്ത് പൊടിച്ചെടുക്കേണ്ടതുണ്ട്. കറി ഒന്ന് ചൂടായി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് നന്നായി ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കുരുമുളക് പൊടിയാണ്, ഫ്രഷാണിത്, അതും പിന്നെ നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ഓൾ സ്പൈസസ് ഉണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എപ്പോഴും ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം വേണം പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. 1 ടീസ്പൂണോളം പച്ച വെളിച്ചെണ്ണ കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മളുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഇനി അവസാനമായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് വേപ്പില കൂടി ഇട്ടതിന് ശേഷം ഒന്ന് മൂടി വയ്ക്കാം. കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. ഒന്ന് മൂടി വയ്ക്കാം. അപ്പോൾ നല്ല രുചികരമായിട്ടുള്ള വെജിറ്റബിൾ കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായങ്ങൾ അറിയിക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്കും ബൈ ബൈ.